ചരിത്ര വിജയത്തിന്റെ ആവേശത്തിൽ തൃപ്പൂണിത്തുറയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങി എൻ.ഡി.എ. നഗരകേന്ദ്രങ്ങൾക്കപ്പുറം ഗ്രാമമേഖലകളിലെ കോട്ടകൊത്തളങ്ങളും ഇളക്കിയ ബി.ജെ.പിക്ക് അട്ടിമറി ജയം അസഹ്യകരമാകുമെന്ന കണക്കുകൂട്ടലിലാണ് നേതൃത്വം. ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്ന തൃപ്പൂണിത്തുറയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ എൻ.ഡി.എ. നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇടതുകോട്ടകളെ ഇളക്കിക്കൊണ്ട് തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണം പിടിച്ചെടുത്തതിനൊപ്പം തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലവും പിടിച്ചെടുക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ബി.ജെ.പി. സ്വാധീന മേഖലകളല്ലാത്ത ഭാഗങ്ങളിൽ കൂടി കടന്നു എന്നുള്ള പ്രവർത്തനത്തിലൂടെ കൃത്യമായി തന്നെ അത് സാധ്യമാകുമെന്ന് പാർട്ടി നേതൃത്വം കണക്കുകൂട്ടുകയും ചെയ്യുന്നു. ബി.ജെ.പിക്ക് ശക്തമായ വേരോട്ടമുള്ള തൃപ്പൂണിത്തുറയിൽ വികസനവും വിശ്വാസ സംബന്ധമായ വിഷയങ്ങളും ഒരുപോലെ വോട്ടർമാരെ സ്വാധീനിക്കാറുണ്ട്. ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സുകളെ വേദനിപ്പിച്ച ശബരിമല സ്വർണ്ണക്കവർച്ച അടക്കമുള്ള വിഷയങ്ങളും ക്ഷേത്ര നഗരിയായ തൃപ്പൂണിത്തുറയിൽ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പിലത്തെ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിനേക്കാളുമെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അഭൂതപൂർവമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. തുറവൂർ വിശംബരൻ സാർ മത്സരിച്ചപ്പോഴും അതുപോലെ തന്നെ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ മത്സരിച്ച സമയത്തും ചെറിയൊരു അപവാദം എന്ന് പറയാവുന്ന ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ മത്സരിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് സ്വരാജ് എന്ന് പറയുന്ന CPM MLA-ക്കെതിരെയുള്ളൊരു വിധിയെഴുത്തായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയൊരു അളവിൽ ബി.ജെ.പിയുടെ വോട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. അത് ശബരിമല വിവാദത്തിൽ സ്വരാജിൻ്റെ പ്രസ്താവനയെ തുടർന്ന് ഇവിടുത്തെ സാധാരണ ഹിന്ദുക്കളായ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് സ്വരാജിനെ പരാജയപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി വോട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്. ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ബി.ജെ.പി. വിജയിക്കും എന്ന ഒരു പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ വോട്ടുകളും, കൂടാതെ ബി.ജെ.പി. വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റെല്ലാ അനുഭാവികളും, അതുപോലെ തന്നെ ഒരു സൽഭരണം, ഒരു നല്ല MLA തൃപ്പൂണിത്തുറയിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ബി.ജെ.പിക്ക് വോട്ട് ചെയ്യും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥി തീർച്ചയായും തൃപ്പൂണിത്തുറയിൽ വിജയിക്കും. ഒരു കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ തൃപ്പൂണിത്തുറയിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായ നഗരപ്രദേശമാണ് എന്നും ബി.ജെ.പിയുടെ കരുത്ത്. എന്നാൽ പതിയെ ഇടത് ശക്തി കേന്ദ്രങ്ങളിലും കടന്നുകയറിയ ബി.ജെ.പി. തിരുവാങ്കുളവും എരൂരുമെല്ലാം ഇടത് കൈയിൽ ഭദ്രമെന്ന ധാരണകളെ മാറ്റിമറിച്ച് പതിയെ താമരക്കുമ്പിളിലാക്കി. അതുകൊണ്ട് തന്നെ മുൻപെങ്ങുമില്ലാത്ത വിധം കരുത്തോടെയാണ് തൃപ്പൂണിത്തുറയിൽ ബി.ജെ.പി. നേതൃത്വത്തിൽ എൻ.ഡി.എ. മത്സരത്തിനൊരുങ്ങുന്നത്. അതിന് ശക്തി പകരുന്നതാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിലെ ഭരണം. ഈ പ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം തൃപ്പൂണിത്തുറ നിവാസികൾ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് ഇന്ന മേഖലയില്ല എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഉദയംപേരൂർ ഞങ്ങൾക്ക് ആ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചു. മരട്ടിൽ ഞങ്ങൾക്ക് മുന്നേറാൻ സാധിച്ചു. കുമ്പളത്ത് ഞങ്ങൾക്ക് മുന്നേറാൻ സാധിച്ചു. പള്ളുരുത്തി അടക്കമുള്ള മേഖലകളിൽ വലിയ മുന്നേറ്റം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾ ഞങ്ങൾക്ക് തന്ന, ഞങ്ങളോട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകൂ എന്ന് ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മാൻഡേറ്റാണത്. അതിനനുസരിച്ച് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. പൂർണ്ണ വിശ്വാസത്തോടു കൂടി, പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി ജനങ്ങൾ അവരാഗ്രഹിച്ച തരത്തിൽ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലവും തൃപ്പൂണിത്തുറയിൽ ബി.ജെ.പി. തന്നെ ജയിക്കും. ഈ തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷൻ ഉൾപ്പെടുന്ന നഗരപ്രദേശം എന്നും ബി.ജെ.പിക്കൊപ്പം തന്നെ നിൽക്കുമെന്ന് ഉറപ്പിക്കാം. അതോടൊപ്പം തന്നെ മരടും ഉദയംപേരൂരും എല്ലാം തന്നെ വോട്ട് വർദ്ധിപ്പിക്കാനായാൽ ബി.ജെ.പിക്ക് വിജയമെന്ന ലക്ഷ്യം അടുത്തു തന്നെയാണ്. ഒരു തവണത്തെ UDF ഭരണമൊഴികെ 45 വർഷത്തോളമായുള്ള ഇടതുകോട്ടയെ അക്ഷരാർത്ഥത്തിൽ തരിപ്പണമാക്കിയായിരുന്നു ബി.ജെ.പിയുടെ ഐതിഹാസിക വിജയം. ആചാരങ്ങൾ ഹനിക്കപ്പെടുമ്പോഴുള്ള വിശ്വാസികളുടെ നോവും വികസന മുരടിപ്പിനൊരു മാറ്റം വേണമെന്ന തൃപ്പൂണിത്തുറയുടെ ചിന്തയും മാറ്റത്തിന്റെ കാറ്റാവുകയായിരുന്നു. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലവും ബി.ജെ.പി. പിടിക്കുമെന്നാണ് വോട്ടർമാരുടെയും അഭിപ്രായം. അങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇരു മുന്നണികളും ഇവിടുത്തെ മോശം പ്രവർത്തനങ്ങളും രീതിയിൽ പോകാൻ തുടങ്ങി. ഇവിടെ ബി.ജെ.പിയുടെ ഒരു MLA ഉണ്ടാകാൻ സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. മുമ്പിരുന്ന MLA-യുടെ പ്രവർത്തന മികവുറവും ഈ മുമ്പ് വലിച്ചയച്ച CPM-ൻ്റെ ദുർഭരണങ്ങൾക്കും മുനിസിപ്പാലിറ്റി, അതുകൊണ്ടാണല്ലോ ബി.ജെ.പി. 21 സീറ്റ് പിടിച്ച് ഇവിടെ ഭരണത്തിൽ വരാൻ കാരണം.
അപ്പോൾ അതിൻ്റെ ഞാനൊരു ഓട്ടോറിക്ഷക്കാരെന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു ഇത് ഞാൻ പറയുകയാണ്. ഇവിടുത്തെ ജനവികാരം BJPക്ക് അനുകൂലമായുള്ള നിലപാടാണ്. ഇവിടെ മിക്കവാറും BJPയുടെ ഒരു MLA ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് വളരെ. കൃത്യമായ വികസന കാഴ്ചപ്പാടുകളുള്ള സംഘപ്രവർത്തനങ്ങളിലൂടെ പൊതുജന ജീവിതത്തിന്റെ പൾസറിഞ്ഞ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് PL ബാബു തൃപ്പൂണിത്തുറയുടെ മാറ്റത്തിനായുള്ള കർമ്മ പദ്ധതികളിലാണ്. ഈ മാറ്റങ്ങളും അതിനുള്ള ജനകീയ പിന്തുണയും BJPക്ക് നേട്ടമാകും. മൂന്ന് മുന്നണികളും വിജയം അവകാശപ്പെട്ടു തുടങ്ങിയ തൃപ്പൂണിത്തുറയിൽ ഇഞ്ചോടിഞ്ച് മത്സരം തന്നെയായിരിക്കും നടക്കുക. സമീപകാല രാഷ്ട്രീയ സംഭവവികാസങ്ങൾ തന്നെയായിരിക്കും അന്തിമമായി വിധി നിശ്ചയിക്കുക. ക്യാമറമാൻ സുശോഭ് കേസിനൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.